അപ്പം ഷീ വാസ് സോ പ്രോബ്ലമാറ്റിക്. ആൻഡ് അപ്പൂപ്പനെ ബെഡ്റൂം ഹോം നേഴ്സ് ബാത്റൂമിൽ കൊണ്ടുവന്നതുകൊണ്ട് അപ്പൂപ്പനെ ബെഡ്റൂമിൽ കിടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പൂപ്പനെ ഹോളിലാണ് കിടത്തിക്കൊണ്ടിരുന്നത്. ആൻഡ് ദാറ്റ് വാസ് ഹിസ് ഹൗസ്. അപ്പം കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കാശ് വെച്ച് ഉണ്ടാക്കിയ വീടാണ്. അപ്പം ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ നമ്മളും പുള്ളിക്കാരിയായിട്ട് അടി ഉണ്ടാകത്തില്ല. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൂപ്പന്റെ ഹെൽത്തിന്റെ പേരും പറഞ്ഞാണ് നമ്മളും അമ്മയും തമ്മിൽ തെറ്റുന്നത്. അല്ലാതെ നമുക്കും പുള്ളിക്കാരിക്കും അല്ലാതെ അടിയാവാൻ there is no common ground because she is not affecting anything in our life. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊരു കാര്യം കമൻറ്റും കൂടെ ചെയ്തേക്കുക. അഹാന കൃഷ്ണ, സിന്ധു കൃഷ്ണ, ഈ കൃഷ്ണകുമാർ ഫാമിലിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ ആളുകൾക്കും യൂട്യൂബ് ചാനലുണ്ട്. അതുവഴി ഫാമിലി കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും ബിസിനസ് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇട്ട് കണ്ടന്റ് ആക്കിയിട്ട് അത്യാവശ്യം നല്ലൊരു വരുമാനം യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യുന്ന ഒരു ഫാമിലിയാണ് കൃഷ്ണകുമാർ ഫാമിലി. ഈ 2 മാസം കൂടുമ്പോൾ ഇടവിട്ട് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി സൃഷ്ടിക്കുക, യൂട്യൂബിൽ സജീവമായി നിൽക്കുക എന്നുള്ളത് അവരുടെ ഫാമിലീൻ്റെ ഒരു ഒരു മുഖച്ഛായ പോലത്തെ ഒരു സാധനമാണ്. അപ്പം എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. വീഡിയോൻ്റെ ക്ലാരിറ്റി കുറവാണ്, മൈക്കില്ല, ഇങ്ങനെ നിസ്സാര കാരണം കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ശരിയില്ല. നിങ്ങൾ വീഡിയോ കാണാതെ പോരുത്. വീഡിയോ കാണുന്ന ആൾക്കാർ ഇപ്പം തന്നെ മറക്കാതെ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം കമൻറ്റും കൂടെ ചെയ്തേക്കുക. ഹൈപ്പ് കാണുകയാണെങ്കിൽ ആ ഹൈപ്പും കൂടെ ഒന്ന് കൊടുത്തേക്ക് കേട്ടോ. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് ഈ തൻവി എന്ന് പറയുന്ന ഇവരുടെ കസിൻ്റെ ചാനലിൽ ഇവരുടെ അമ്മമ്മേൻ്റെ ഒരു വീഡിയോ കോൾ വരികയും അതിലൊരുപാട് പേര് ഇവർ നാട്ടിലുണ്ടായിട്ട് ഇവർ നോക്കുന്നില്ല, സിന്ധുവിൻ്റെ അമ്മയല്ലേ, ഇവരെന്താ നോക്കാത്തത്, സ്വത്ത് തർക്കമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനാവശ്യമായ ഒരു കോൺട്രവേഴ്സി സൃഷ്ടിക്കുന്ന പോലെ ഒരുപാട് കമൻ്റ് ഇടുകയും അതിനെ തുടർന്നിട്ട് കുറേ യൂട്യൂബേഴ്സ് ഇതിനെതിരെ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ ഇടയായി. അപ്പം ഇവർ മൊത്തത്തിലൊരു വില്ലൻ ക്യാരക്ടറിലേക്ക് മാറി. സ്വന്തം അമ്മേനെ നോക്കാത്ത, അമ്മായിയമ്മേനെ നോക്കാത്ത മരുമകൻ, കൊച്ചുമക്കൾ, മക്കൾ എന്നൊരു പരിവേഷത്തിലേക്ക് എത്തി. അവസാനം ഈ ഒരു സൈബർ ബുള്ളിങ് സഹിക്കാതെ അഹാന കൃഷ്ണ അച്ഛൻ്റെ വാക്കുകൾ പോലും കേൾക്കാതെ, അച്ഛൻ പറഞ്ഞു മിണ്ടാതിരിക്കണം, ഈ വിഷയത്തിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞു, ആ ഒരു വാക്ക് പോലും വിലമതിക്കാതെ പുള്ളിക്കാരി വന്നിട്ട് എനിക്കിതൊന്നും കേട്ട് നിൽക്കാനാവില്ല, എൻ്റെ അമ്മേനെ ഒരു വില്ലത്തെ ചിത്രീകരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു മണിക്കൂറിനടുത്ത് ഏകദേശം 50 മിനിറ്റിൻ്റെ മുകളിലുള്ളൊരു യൂട്യൂബ് വീഡിയോയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാതെ ഇരുന്നതും അതുകൊണ്ടാണ്. തൻവീൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് റിയാക്ട് ചെയ്ത സമയത്ത് പ്രായമായ ഒരു സ്ത്രീയാണ്, അവരുടെ കൂടെ നിൽക്കാൻ ആൾക്കാരില്ല, അവരെ നോക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ ഭാഗം കൂടെ കേൾക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പം അഹാന കൃഷ്ണൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വന്നപ്പോൾ ഞാൻ എന്തായാലും അത് ചെയ്തേക്കാം എന്ന് കരുതി. സിന്ധു കൃഷ്ണ അമ്മേനെ നോക്കാത്തതും കൊച്ചുമക്കൾ മുത്തശ്ശീനെ ശ്രദ്ധിക്കാത്തതും ഇവർ തമ്മിലുള്ള സ്വത്ത് തർക്കങ്ങളുണ്ടോ മറ്റു കുടുംബ പ്രശ്നങ്ങളോ കൊണ്ടോ അല്ല, മുത്തശ്ശനെ ശരിയായ രീതിയിൽ ടേക്ക് കെയർ ചെയ്യാൻ മുത്തശ്ശി വിലങ്ങുതടിയായി നിന്നതുകൊണ്ട് ഉള്ള ഒറ്റ കാരണത്തിലുണ്ടായ വാക്ക് തർക്കങ്ങളെ തുടർന്നിട്ടാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്, പിണങ്ങി മാറി നിൽക്കുന്നത്. അതെല്ലാം ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് അഹാന തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോക്കകത്തോട്ട് പോവാം. അമ്മൂമ്മയായിട്ട് കുറച്ച് നമ്മൾ പ്രശ്നമായിട്ടിരിക്കുമായിരുന്നു. ഈ എല്ലാ ഫാമിലീസിലും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും സൗന്ദര്യ പണക്കമൊക്കെ ഉണ്ടാവുമല്ലോ, പ്രശ്നമാവും, തിരിച്ച് സോൾവ് ആവും. 1-2 മാസം കൂടി കഴിഞ്ഞെങ്കിൽ ചിലപ്പോൾ സോൾവ് ആയേനെ. അപ്പം അങ്ങനെ അമ്മൂമ്മയായിട്ട് പ്രശ്നമായിട്ട് ഈ ഒരു വീഡിയോ മുത്തശ്ശൻ്റെ ഡോക്യുമെൻ്ററി ചെയ്ത സമയത്ത് അഹാന തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അന്നൊരു ചെറിയ ഹിൻഡ് യൂട്യൂബേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് അവരെ കാണുന്ന വ്യൂവേഴ്സിന് അവർ കൊടുത്തിട്ടുണ്ട്. മുത്തശ്ശി കുറച്ച് കർക്കശക്കാരിയാണ്, പ്രായത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ചെറിയ സൗന്ദര്യ പിണക്കങ്ങളിലാണ് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് ആളുകൾക്കുള്ളൊരു സൂചന തന്നെയായിരുന്നു എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി എന്താണ് അഹാന ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ടുവരാനുള്ള കാരണം, അതിൻ്റെ പശ്ചാത്തലം, മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരുടെ ആ ഒരു തൻവി എന്ന് പറയുന്ന ആളുടെ യൂട്യൂബ് ചാനൽ, ഇവരുടെ കസിനാണ്, അവരുടെ യൂട്യൂബ് ചാനൽ അവർ പറഞ്ഞ ആ ഒരു വ്ളോഗിൽ മുത്തശ്ശി വീഡിയോ കോൾ വഴി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ഒത്തിരി പേർക്ക് കൊണ്ടിട്ടുള്ളത്. ആ മുത്തശ്ശി പറയുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് എടുത്തു വെക്കാം. തൻവി സംസാരിക്കുന്ന കാര്യം കൂടെ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് മുത്തശ്ശി എന്താ പറയുന്നതെന്ന് കേട്ടേക്കാം. ഒരാള് കുഞ്ഞുവാവ് ഉറങ്ങുക, പിന്നെ ഡേക്കാല് പോയി. എന്താണ് ഡേറ്റ് പറയല്ലേ, ഡേറ്റ് ഒന്നും ആരോടാ പറയല്ലേ. ഞാൻ എന്തായാലും ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി ഇരിക്കുകയാണ് മക്കളെ, എന്റെ കുട്ടികളെ കാണാൻ. കാരണം എനിക്ക് നേരമില്ല, ഞാൻ ഒറ്റയ്ക്കായി. അങ്ങനെ നമ്മൾ വരുമ്പോ അമ്മൂമ്മ വിചാരിക്കും പണ്ടാരം എല്ലാം കെട്ടി എടുത്തോണ്ട് വന്നു, ഇത്ര നാൾ സമാധാനമുള്ളത് ഞാൻ ഇപ്പഴാണ് അറിഞ്ഞതെന്ന്. എല്ലാ മക്കളെ നല്ലൊരു അപ്പൂപ്പം പോയി അന്ന് തൊട്ട് ഞാൻ ഒറ്റയ്ക്കായി, എനിക്ക് ആരെടുത്തരും ഇല്ല. ആകെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജോലിക്ക് വരുന്ന ആൾക്കാരും നേരെ നിക്കുന്നില്ല, അതാണ് അമ്മൂമ്മയ്ക്കുള്ള ബുദ്ധിമുട്ട്. അല്ലാണ്ടെങ്കിൽ ഇപ്പൊ ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു ആത്മാർത്ഥതയുള്ള ഒരു ജോലിക്കാരും ഇല്ല, ആരും ഒരു ഫോൺ കോൾ പോലും ചെയ്യാനില്ല. അത് കാരണം ഇപ്പൊ എനിക്ക് ഇത്രയും BP കൂടി, ഹൈ BP ആണ്, അത്രയ്ക്ക് വയ്യാതെയാണ് മോനെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ
അപ്പോൾ മുത്തശ്ശീൻ്റെ ആവലാതിയും വേവലാതിയും എല്ലാം എന്നെ നോക്കാൻ ആളില്ല, എൻ്റെ അടുത്ത് ആരും വരുന്നില്ല, എന്നെ ആരും വിളിക്കുന്നില്ല, ഞാൻ കണ്ടിട്ട് കാലം കുറേയായി, സംസാരിച്ചിട്ട് കാലം കുറേയായി, ആകെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലുള്ള ഒരു കാര്യമൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. ഇവിടെ അഹാന ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് വന്ന് പറയുന്നത് പുള്ളിക്കാരിൻ്റെ കയ്യിലിരിപ്പോണ്ട് തന്നെയാണിത്. അത്ര വലിയ നല്ല പുള്ളിയൊന്നുമല്ല, അത്യാവശ്യത്തിന് നല്ല മെനകെട്ട സ്വഭാവമുള്ളൊരു സ്ത്രീയാണ് എന്ന രീതിയിലൊക്കെ ഇൻഡയറക്റ്റായിട്ട് എവിടേക്കോ എന്തൊക്കെയോ കൊട്ടും കൊള്ളിച്ചും പറയുന്നത്. എൻ്റെ അമ്മ നല്ലൊരു അമ്മയാണ്, പക്ഷേ എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു അമ്മേനെ മുത്തശ്ശി വഴി കിട്ടിയിട്ടില്ല എന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ അഹാന ഉന്നയിക്കുന്നുണ്ട്. ഇനി നമുക്ക് അഹാനേൻ്റെ റിയാക്ഷൻ വീഡിയോക്കകത്തോട്ട് പോകാം. is not for the type of videos I would love to rewatch. ഈ സ്പെസിഫിക് വീഡിയോ ഈ ഒരു കാറ്റഗറിയിലും പെടുന്ന ഒരു വീഡിയോ അല്ല. അതുകൊണ്ട് തന്നെ മാക്സിമം 1 വീക്ക് ഈ പറയുന്ന കാര്യം എത്തേണ്ടവരിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഐ വിൽ ടേക്ക് ഇറ്റ് ഡൗൺ. അത് ഞാൻ ഇപ്പോഴേ എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞത് ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറേ പേര് വന്ന് പറയും, ആ കള്ളി അന്ന് അതും പറഞ്ഞിട്ട് ഇപ്പോൾ വീഡിയോ ഡിലീറ്റ് ചെയ്ത് അവൾ പേടിച്ച് ഓടിക്കളഞ്ഞു എന്നൊക്കെ വന്ന് പറയും. എല്ലാവരും പറയുന്നല്ലോ പറയുന്നത്, കുറച്ച് പേര് അത് പറയും. അപ്പം മറ്റു കുറച്ച് പേരുടെ ശ്രദ്ധയ്ക്കായിട്ട് ഞാൻ പറഞ്ഞു വെക്കുവാണ്. സോ മൈ ചാനൽ ഇസ് നോട്ട് ഫോർ stupid family issue explaining nonsense videos like this. പക്ഷേ ചില കാര്യങ്ങൾ ഐ ബിലീവ് ദാറ്റ് നമ്മൾ പറയേണ്ട സമയത്ത് നമ്മൾ പറയണം. പേഴ്സണലി നിങ്ങൾക്ക് അറിയായിരിക്കും ഞാനിത് എന്തിനെ പറ്റിയാണ് വന്ന് പറയാൻ പോകുന്നത് എന്നുള്ളത്. ഇന്നലെ എൻ്റെ കസിൻ ഒരു വീഡിയോ ഇട്ടു, വിച്ച് intentionally or unintentionally I don't know. കാരണം ഇത് ആദ്യമായിട്ടൊന്നും അല്ല. അഹാനേൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ തൻവീൻ്റെ വ്യൂവേഴ്സ് വന്നിട്ട് പറയുന്നുണ്ട്, അത് ഇൻറ്റൻഷനലി നിങ്ങളെ നാറ്റിക്കാൻ വേണ്ടി പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് ആർക്കും ഫീൽ ചെയ്തിട്ടില്ല. പുള്ളിക്കാരി അമ്മൂമ്മയോട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മൂമ്മ പറഞ്ഞ ചില കാര്യങ്ങൾ അവരവരുടെ ബ്ലോഗ് വഴി പുറത്തു വിട്ടതാണ് എന്ന രീതിയിൽ വ്യൂവേഴ്സ് ന്യായീകരിക്കുന്നതായിട്ട് കണ്ടു. എന്തോ എനിക്കറിയത്തില്ല, ഇപ്പോൾ ഇവർ പറഞ്ഞാൽ ഇൻറ്റൻഷനോട് കൂടി മനഃപൂർവ്വം ചെയ്തതാണോ ചെയ്യാത്തതാണോ എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ തൻവി പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് തുടക്കത്തിൽ തന്നെ ആ കുട്ടി പറയുന്നുണ്ട്, ഇത് എന്നെയും മക്കളെ അങ്ങോട്ട് വരുത്താൻ വേണ്ടി മുത്തശ്ശി ഇങ്ങനെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞൊരു സാധനമാണ്, എന്നെ ആരും നോക്കുന്നില്ല, എന്നെ ആരും മൈൻഡാക്കുന്നില്ല, ഞങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ വേണ്ടി മുത്തശ്ശി പറഞ്ഞൊരു കാര്യമാണ്, അത് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ്, വേറെ ആരും ഉദ്ദേശിച്ചിട്ടല്ല എന്നുള്ളത് ഇവരെടുത്ത് പറയുന്നുണ്ട്. സോ പുള്ളിക്കാരി തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു വീഡിയോയ്ക്കകത്ത്. ഞാനിങ്ങനെ ഒരു വ്ളോഗ് ചെയ്തപ്പോൾ ഒത്തിരി പേര് അത് വേറെ രീതിയിൽ കണ്ട് എന്നെ നെഗറ്റീവ് പറയുന്നുണ്ട്. അത് സിന്ധു കൃഷ്ണൻ്റെ ആ ഒരു ഫാമിലി കെ കൃഷ്ണകുമാർ ഫാമിലിക്കകത്തോട്ടും ഒരുപാട് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അവർ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് പ്ലേ ചെയ്യാം. കാരണം ഇത് ആദ്യമായിട്ടൊന്നും അല്ല നമ്മുടെ ഫാമിലിയെ കുറിച്ച് നമ്മളുമായിട്ട് ബന്ധമുള്ളതോ ബന്ധമില്ലാത്തതോ ആയിട്ടുള്ള ആൾക്കാർ വന്ന് ബ്ലേറ്റന്റ് ആയിട്ട് കള്ളങ്ങൾ പറയുന്നത്. ഇറ്റ്സ് നോട്ട് ദ ഫസ്റ്റ് ടൈം. ആൻഡ് വിത്ത് ടൈം ഈ പറഞ്ഞ കള്ളം പറഞ്ഞ ആൾക്കാർക്കും ഒക്കെ എങ്ങനെ അത് കലങ്ങി തെളിഞ്ഞു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ വി നോ ദാറ്റ് യു നോ if you believe in your truth, it is truth that will win. And അച്ഛൻ പറഞ്ഞ പോലെ silence is the greatest weapon. Correct. പക്ഷേ ഞാൻ മേ ബി അത്ര സ്പിരിച്വലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് അല്ലായിരിക്കും. എനിക്ക് ചിലപ്പോൾ സൈലൻസ് എന്ന് പറയുന്ന വെപ്പൺ പിടിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഓക്കെ വല്ലവരും എന്തെങ്കിലും പറഞ്ഞിട്ട് പോകണമെങ്കിൽ പോട്ടെ, ഇതിപ്പോൾ ചിലപ്പോൾ എന്നെ ഡയറക്ട്ലി ടാർഗറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ ആവട്ടെ എന്തെങ്കിലും അവിടെ എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇവിടെ പ്രധാനമായി ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഇസ് മൈ മദർ ആൻഡ് ഹെർ റിലേഷൻഷിപ്പ് വിത്ത് ഹെർ പേരൻസ്, എസ്പെഷ്യലി ഹെർ ഫാദർ, അബൌട്ട് ഹൂം ഷീ ഡീപ്ലി കെയർ ഫോർ. അപ്പം ആസ് daughters or as children maybe you can relate. നിങ്ങളുടെ പാരന്റിനെ ഒരാൾ വന്ന് ഇങ്ങനെ പിച്ചുമയും പറയുന്നത് കൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് അല്ലായിരിക്കും. സോഷ്യൽ മീഡിയയിലോ പുറത്തോ ടാർഗറ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്ക് അത് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. നിങ്ങൾക്ക് വന്ന് എന്താണ് സത്യം എന്ന് പറയുന്ന സാധനം പ്രിപ്പയർ ചെയ്യാൻ ഒരാഴ്ച ഒരു മാസം പോലും വേണ്ട, ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനെ വന്ന് പുതിയ ഒരു നറേറ്റീവ്സ് ഉണ്ടാക്കി പറയുമ്പോൾ നമുക്ക് ഇത് എന്തൊരു പെർഫോമൻസാ അങ്ങനെ തോന്നത്തില്ലേ? സോ ദിസ് വീഡിയോ is probably really going to disappoint my father. So if you're watching this, I'm really sorry. But I just had to say what had to be said. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്ന ഡ്രാമയൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത് ഇസ് സോ ചീപ്പ് ആൻഡ് സിലി ഫോർ us. യുനോ നമുക്ക് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും പുതിയ ബ്ലോഗിനുള്ള കോണ്ടന്റ് ആയല്ലോ. സീ വി നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. അവരങ്ങനത്തെ ആൾക്കാരല്ല. അവർ പറഞ്ഞു ഞങ്ങളങ്ങനെ കണ്ണിന് വേണ്ടി ഫാമിലി ഇഷ്യൂസ് എടുത്തിട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ല. അവിടെ ഒരു കുത്തി ഫാമിലി വ്ളോഗേഴ്സിന്. പക്ഷേ ഇവർ പറയുന്ന ഈ കോൺട്രവേഴ്സി ആയിട്ട് റിലേറ്റ് ചെയ്ത സാധനം ഇവർ തന്നെ ഇടുന്ന വ്ളോഗ്സിൽ ഇവരുടെ തന്നെ നാക്ക് പിഴയ്ക്കുന്നതുകൊണ്ടാണ് ആൾക്കാർ ഇവരെ എടുത്ത് വെച്ച് റോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ആഹാനയാവട്ടെ ഒരു ഫ്രൂട്ട് കഴിക്കുന്നത് ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്ത് കഴിച്ച സമയത്ത് അവർക്ക് ട്രോള് കിട്ടി ഇല്ലേ? ഇപ്പം മറ്റേ ഓസി ആണെങ്കിൽ അശ്വിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നത്, സിന്ധു കൃഷ്ണ അശ്വിന് ചിക്കൻ കാല് കൊടുക്കാത്തത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉള്ള സാധനങ്ങളൊക്കെ നമ്മളാരും നിങ്ങളുടെ വീട്ടിൽ വന്ന് പകർത്തിയെടുക്കുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെയൊക്കെ ചാനൽ വഴി പുറത്ത് വിടുന്ന സാധനങ്ങൾ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് അവരവരുടേതായ രീതിയിൽ കമൻറ്റ് വഴിയും അല്ലാത്ത രീതിയിലൊക്കെ റിയാക്ട് ചെയ്യുന്നു. ഇങ്ങനെ റിയാക്ഷൻസ് ഒന്നും വരരുത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ സജീവമാവാതിരിക്കുക. ഇപ്പം 4 ആൾ അറിയുന്ന ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഒരു വിഷയത്തിൽ സജീവം വന്ന ആൾക്കാർ ഏതെങ്കിലുമൊക്കെ രീതിയിൽ വിമർശനങ്ങൾക്ക് അർഹരാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിലും ന്യൂസ് ചാനലിലാണെങ്കിലും പബ്ലിക്കിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിൽ മാറ്റമൊന്നുമില്ല. ഞാൻ അമ്മയടുത്ത് പറഞ്ഞതാണ് ആക്ച്വലി വീഡിയോയിൽ ഇരിക്കാൻ. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് അമ്മയ്ക്കാണല്ലോ. കാരണം അമ്മേനെയാണല്ലോ ഇവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും കൂടി. പക്ഷെ അമ്മ പറഞ്ഞു എനിക്ക് വയ്യ, ബിക്കോസ് ഇപ്പം
എന്റെ കസിൻ തൻവി, ഇപ്പം എന്തൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാലും മൈ മദേഴ്സ് ലൈക്ക് ഷീസ് ഗേൾ ഐ സീൻ ഫ്രം ദി ഡേ ഷി വാസ് ബോൺ. ഒരു കൊച്ചുകുട്ടി എന്തോ പിച്ചുമ്പയും വന്ന് പറയുന്നു എന്നുള്ള രീതിയിൽ പോട്ടെ, വിട്ട് കളയാൻ സാരമില്ല. നാട്ടുകാർ എന്തായാലും 2 മാസം കൂടുമ്പോൾ അമ്മേനെ ഒരു വില്ലിയായിട്ട് ചിത്രീകരിച്ച് തെറി വിളിക്കുന്നത് ഇപ്പം പതിവാണ്. കുറച്ച് നാളായി എല്ലാവരും 2 മാസം ബ്രേക്ക് എടുക്കും, പിന്നെ വീണ്ടും സിന്ധു കൃഷ്ണ പണ്ടേ ഒരു ഫ്രോഡാണ് എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് അത് ആൾക്കാർക്ക്, അത് എനിക്ക് തോന്നുന്നു വുമൺ ഹു ഇസ് ഡൂയിങ് വെൽ ഫോർ ഹെർസെൽഫ് ഐ തിങ്ക് ഇസ് എന്താ പറയുക നല്ലൊരു സോഫ്റ്റ് ടാർഗറ്റ് ആണെന്ന് തോന്നുന്നു ഒരുപാട് പേർക്ക്. അങ്ങനെ സോഫ്റ്റ് ടാർഗറ്റ് ആയതുകൊണ്ടൊന്നുമല്ല, അവരുടെ ഭാഗത്തുള്ള സംസാരത്തിലും പ്രവർത്തികളിലും വരുന്ന ചേർച്ചക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ പിശകുകൾ കൊണ്ടോ ഒക്കെയാണ് ആൾക്കാർ എടുത്തു വെച്ച് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. അല്ലാണ്ട് അവരത്രയും സോഫ്റ്റ് ടാർഗറ്റ് ആയതുകൊണ്ട് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ റിയാക്ട് ചെയ്തൊന്നും അങ്ങനെ ഒരു വിചാരം കൊണ്ടല്ല. അവരുടെ ഏതൊക്കെയോ രീതിയിലുള്ള പ്രവർത്തനത്തിലോ സംസാരത്തിലോ നമുക്ക് ചെറിയൊരു അതൃപ്തി തോന്നിയതുകൊണ്ടാണ് നമ്മൾ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. സോ അമ്മ പറഞ്ഞു കുഴപ്പമില്ല, ആൾക്കാരെന്തോ പറഞ്ഞിട്ട് പോട്ടെ, അറിയേണ്ട ആൾക്കാർ അറിയേണ്ട സമയത്ത് ഐ വാസ് ലൈക്ക് ശരി, അമ്മ അത്ര ഒരു ബുദ്ധയാണെങ്കിൽ അമ്മ മാറിയിരുന്നോ, എനിക്ക് പറ്റില്ല. എനിക്ക് ഈ നാട്ടുകാർ വന്ന് അമ്മ ഏതോ വില്ലിയാണെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. സോ എനിവേസ് കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബട്ട് സോഷ്യൽ മീഡിയ ഇസ് നെവർ ദ പ്ലേസ് ടു ഈവൻ ഡിസ്കസ് ഫാമിലി ഡൈനാമിക്സ്. നോ ഫാമിലി ഈസ് പെർഫെക്റ്റ്. എല്ലാ ഫാമിലീസിനുള്ളിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും, ആരെങ്കിലും ഒക്കെ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവും. അതിനെ വളച്ച് തിരിച്ച് ചിത്രീകരിച്ച് പുതിയൊരു സ്വയം ഓരോരുത്തർക്ക് കൺവീനിയൻറ്റ് ആവുന്ന ഒരു നറേറ്റീവിൽ വന്ന് പുറത്തിടേണ്ട സ്ഥലം, പുറത്തിടരുത് വണ്ടി പുറത്തിടേണ്ട സ്ഥലം സോഷ്യൽ മീഡിയയുമല്ല. അപ്പം അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ അങ്ങനെ ഒരു കാര്യം വന്ന് ചെയ്തത് കൊണ്ടാണ് ഈ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അതിൽ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഐ തോട്ട് ഐ ഹാഡ് ടു കം ആൻഡ് ക്ലാരിഫൈ ഇറ്റ്. ആൻഡ് ദിസ് വിൽ ബി ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡിസ്കഷൻ ഓൺ ദിസ് തിങ്. ഐ പുട്ട് ദിസ് വീഡിയോ കാണുന്നവർ കാണുന്നു, 1 വീക്കിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു, വി ആർ ഓവർ ഇറ്റ്. ഇനി എന്റെ കസിൻ വന്ന് വീണ്ടും കാര്യങ്ങൾ പറയുന്നു, അതുപോലെ ലെറ്റ് ഹർ ഡു ഇറ്റ്, പ്രോബബ്ലി ഇറ്റ്സ് ബെനിഫിറ്റിംഗ് ഹർ ഇൻ സം വേ, ഇറ്റ്സ് ടോട്ടലി ഫൈൻ. പുള്ളിക്കാരി ഒരാഴ്ച കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യും. ഈ കാര്യങ്ങൾ ഇങ്ങനെ ചാനലിൽ ഇട്ടുകൊണ്ട് കിടക്കാനും അത് വല്ലാത്തൊരു കോൺട്രവേഴ്സി ആക്കാനൊന്നും പുള്ളിക്കാരിക്ക് താല്പര്യമില്ലാന്ന് ഇപ്പോഴേ പറഞ്ഞു വെക്കുന്നുണ്ട്. അല്ലെങ്കിലും ഒന്നെങ്കിലും ഇവർക്കൊരു കാര്യം ചെയ്യായിരുന്നു, ഈ ഒരു വിഷയത്തിൽ ഇങ്ങനൊരു ഇതും കൊണ്ടുവരാതിരിക്കായിരുന്നു. ഇപ്പോൾ ഇവർ ഈ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇടുമ്പോൾ തൻവിക്കും അവരുടെ അമ്മമ്മയ്ക്കും അതിൻ്റെതായ വേറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും, പുറത്ത് പറയാനുണ്ടാവും. പിന്നെ അത് കേൾക്കുന്ന സമയത്ത് ഇവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അവർ പിന്നെയും വേറൊരു വീഡിയോ കൊണ്ടുവരും. അപ്പം ഇങ്ങനെ ഇത്രയും കൺസേൺ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാതിരിക്കായിരുന്നു. എപ്പോഴത്തേയും പോലെ ഒരു പോസ്റ്റോ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയോ വഴി അത് വൈൻഡപ്പ് ചെയ്യായിരുന്നു. ഒരു 50 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ വെക്കണ്ടില്ലായിരുന്നു. ഇവർ പറയുന്നു ഇവരുടെ കയ്യിൽ വിത്ത് എവിഡൻസ് കുറേ പ്രൂഫ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പക്ഷെ അതൊന്നും സോഷ്യൽ മീഡിയയ്ക്ക് പിച്ച് ചെയ്യാൻ വേണ്ടി ഞാനതിലോട്ട് ഇട്ട് തരുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം എവിഡൻസ് ഒന്നും ഇല്ലാതെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഒരു 50 മിനിറ്റ് നേരത്തെ വീഡിയോ എടുത്ത് വെച്ചേക്കുന്നത്. ഇല്ല എന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയക്കകത്ത് ഇടാത്തതുകൊണ്ടാണ്. അവർ അവകാശപ്പെടുന്നത് അവരുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ്. ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരോട് ആവശ്യപ്പെടുന്നവർക്ക് കാണിച്ചു കൊടുക്കും എന്നുള്ളതും വീഡിയോക്കകത്ത് അവർ വ്യക്തമാക്കുന്നുണ്ട്. സോ കപ്പിൾ ഓഫ് തിങ്സ് ഞാൻ ഓരോ വിഷയമായിട്ട് ടച്ച് ചെയ്യാം. വൺ ഇസ് എന്റെ അമ്മൂമ്മ. എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും അമ്മൂമ്മയെ കാണാൻ പോകാത്തത്? അമ്മൂമ്മ അവിടെ ഒറ്റയ്ക്ക് ഒരു വലിയ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മൂമ്മ അങ്ങനെ, നിങ്ങൾ എന്തുകൊണ്ട് അമ്മൂമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല? ഐ ടെൽ യു സംതിങ് വെരി ക്ലിയർലി, ഐ റിയലി ഡോണ്ട്, ഐ വിഷ് ഐ ഡിഡ്ന്റ് ഹാവ് ടു ഡു ദിസ്. പക്ഷേ നമ്മളും അമ്മൂമ്മയായിട്ട് കോൺടാക്ട് ഇല്ലാത്തതിനും അപ്പം മരിക്കുന്നതിനും ഒരു ബന്ധമുള്ള കാര്യമില്ല. അമ്മൂമ്മയും നമ്മളുമായിട്ടുള്ള കോൺടാക്ട് കട്ട് ആവുന്നതെന്ന് പറഞ്ഞാൽ ഇസ് ഓൺ ദ 31st of October 2025, 1 day before ഇഷാനീസ് ബർത്ത്ഡേ. ഇഷാനിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ അല്ലെങ്കിൽ അപ്പനും അമ്മൂമ്മയും വരാനിരുന്നതാണ്. ഒരു അമ്മൂമ്മയായിട്ടൊരു മാസീവ് ഫോൾ ഔട്ട് സംഭവിച്ചത് കൊണ്ടാണ് അവർ വരാതിരുന്നതും. പിന്നെ ഞാൻ അമ്മൂമ്മയെ നമ്മളെല്ലാവരും കാണുന്നത് തന്നെ അപ്പം മരിക്കുന്ന ദിവസമാണ്, which is on the 29th of March 2026. എന്റെ അമ്മൂമ്മയെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കുറ്റമൊന്നും പറയാൻ വലിയ ആഗ്രഹമില്ല. പക്ഷേ ഷീസ് എ വെരി പ്രോബ്ലമാറ്റിക് പേഴ്സൺ, ഷീസ് എ വെരി ഡിഫിക്കൽട്ട് ടു അഡ്ജസ്റ്റ് പേഴ്സൺ. കുറ്റം പറയാൻ ആഗ്രഹമൊന്നുമില്ല, പക്ഷേ സത്യങ്ങൾ പറയുമ്പോൾ അതൊരു കുറ്റമാവും, അതാണ്. I very badly feel sorry. I really feel very sad for my mother. കാരണം എന്റെ അമ്മ ഒരു ഗ്രേറ്റ് മദർ ആണ്. സോ യൂഷ്വലി ഇപ്പം ഞാൻ നാളെ എന്റെ കുട്ടികളോട് ഒരു നല്ല അമ്മയാണെങ്കിൽ that is probably because I had a good mother and I saw what it is to be a good mother and give motherly love. ആ സ്നേഹം ഞാൻ ചിലപ്പോൾ എന്റെ കുട്ടികൾക്ക് കൊടുക്കുമായിരിക്കും. അമ്മ നമുക്ക് ഒരുപാട് motherly love തരാറുണ്ട്. നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട് അമ്മ അത് എവിടെ നിന്ന് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ അമ്മയ്ക്ക് അത് ലൈഫിൽ കിട്ടിയിട്ടില്ല. പക്ഷെ അത് മേ ബി അമ്മയൊന്നും അത്രയും റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. ബിക്കോസ് മൈ ഗ്രാൻഡ് ഫാദർ വാസ് എ വെരി ഗുഡ് പാരന്റ്. ഹി വാസ് ഡൂയിങ് എവറിത്തിങ് എ റിയലി ഗുഡ് പാരന്റ് ഷുഡ് ഡു. അപ്പൊ അമ്മയ്ക്ക് കൊച്ചിലെ തൊട്ടേ അമ്മ എപ്പോഴും ഒരു വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ പ്രോബ്ലമാറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരാളാണ്. നമുക്ക് കൊച്ചിലെ കുഞ്ഞുനാൾ തൊട്ടേ അമ്മയുടെ ഓരോ പ്രാന്ത സ്വഭാവങ്ങളാണ് നമുക്ക്. പക്ഷെ നമ്മൾ ആസ് വി ഗ്രോ അപ്പ് ആൻഡ് ആസ് ഷീ ഗെറ്റ്സ് ഓൾഡർ നമ്മൾ വിചാരിക്കും പോട്ടെ സാരമില്ല, അമ്മൂമ്മയല്ലേ പോട്ടെ സാരമില്ല എന്ന്. പക്ഷേ ദ പ്രോബ്ലമാറ്റിക് തിങ് ഇൻ ഹെർ ബിക്കേം റിയലി ബാഡ് അപ്പൂപ്പൻ വയ്യാതായി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇവിടെ സിന്ധു കൃഷ്ണ നേരിട്ട് വീഡിയോക്കകത്ത് വന്ന് പറയുന്നില്ല എന്നുണ്ടെങ്കിലും ആസ് എ മകൾ അമ്മയെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങളെല്ലാം അഹാന കൃഷ്ണ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ സിന്ധു കൃഷ്ണ ഈ ഒരു വീഡിയോയിൽ പങ്കാളിയാവാതിരുന്നത് സ്വന്തം അമ്മയെക്കുറിച്ച് മകൾ തന്നെ കുറ്റം പറയുന്നു എന്ന രീതിയിൽ നാളെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യേണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം. അഹാന കൃഷ്ണ വന്നിരിക്കുന്ന സമയത്ത് പുറകിൽ പിന്നാമ്പുറത്തിരുന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. പേരും കാര്യങ്ങളും സാഹചര്യങ്ങളും ഡേറ്റും ഒക്കെ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷേ ദ പ്രോബ്ലമാറ്റിക് thing in her became really bad അപ്പൂപ്പൻ വയ്യാതായി കഴിഞ്ഞപ്പോൾ. അപ്പൂപ്പൻ ഒട്ടും കേപ്പബിൾ ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ഹിംസെൽഫ് ഓൺ ഹിസ് ഓൺ അല്ലായിരുന്നു. ദോ ഹി തോട്ട് ഹി വാസ്. ഹി നീഡഡ് എ ഹോം നഴ്സ്. അങ്ങനെയാണ് അപ്പൂപ്പന്റെ സർജറി കഴിഞ്ഞ് നമ്മൾ ഇവിടെ ലൈഫ് കെയർ എന്ന് പറയുന്ന ഏജൻസിയിലാണ് ലൈഫ് കെയർ സതീഷ് നമ്മളാണ് ഹോം നഴ്സിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്.
ഈ അപ്പൂപ്പന് ഇൻസുലിനും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. പുള്ളി അത് പ്രോപ്പറായിട്ട് എടുക്കുന്നില്ല. പിന്നെ ചെക്കപ്പിന് ഒരു സമയത്ത് ശരീരത്തിൽ ഇൻസുലിനോ കാണാനില്ല എന്നൊക്കെ ഡോക്ടർ പറയുന്നതുകൊണ്ട് അപ്പൂപ്പൻ്റെ ഹെൽത്ത് നന്നായിട്ട് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഹോം നേഴ്സിനെ വെക്കുന്നു. ശേഷം ഈ വരുന്ന ഹോം നേഴ്സിനൊന്നും ഈ അമ്മൂമ്മയ്ക്ക് പിടിക്കുന്നില്ല. ഒരു അധികാര സ്വഭാവം, അല്ലെങ്കിൽ ഒരു മേധാവി സ്വഭാവം, അല്ലെങ്കിൽ ഒരു കൊച്ചമ്മ ചമയിൽ, ആ ഒരു ഇതിൽ വരുന്ന ഹോം നേഴ്സ് എല്ലാം അമ്മമ്മേനോട് പിണങ്ങി പോവുകയാണ് എന്നുള്ളതാണ് ഇവർ അമ്മൂമ്മയ്ക്കെതിരെ ആരോപിക്കുന്ന ആരോപണം. അപ്പം അമ്മൂമ്മയ്ക്ക് ഭയങ്കര വൃത്തിപ്രാന്ത് കൂടി ആരും വീട്ടിൽ വരുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഹോം നേഴ്സ് വീട്ടിലുള്ളത് പുള്ളിക്കാരി കംഫർട്ടബിൾ ആയിരുന്നില്ല. ഇറ്റ്സ് വെരി ബിഗ് ഹൗസ്, 5 ബെഡ്റൂം അറിയാലോ, 5 ബെഡ്റൂമുള്ള വീടാണ്. ഷീ ഹേറ്റഡ് ദ ഹോം നേഴ്സസ് ഇൻ ദ ഹൗസ്. അതുകൊണ്ട് ഹോം നേഴ്സ് വരും, ഇവർ ഓരോ പ്രശ്നം ഉണ്ടാക്കി ഹോം നേഴ്സസ് പോകും. ആൻഡ് ബിറ്റ്വീൻ സെപ്റ്റംബർ ടു മാർച്ച് എത്ര ഹോം നേഴ്സ് വന്നു? 15 ഹോം നേഴ്സ് എങ്കിലും വന്നിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ. ലൈക്ക് എത്ര പേര്? ആദി, അലൻ, സഞ്ജു, സതീഷ്, അഭിജിത്ത്, അങ്ങനെ വരും പോവും. നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുപോകും. അവസാനമൊക്കെ നമ്മൾ കാല് പിടിച്ച ഹോം നേഴ്സുകളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാരണം ഈ ഹോം നേഴ്സ് വരുന്ന ഒരാഴ്ച അപ്പൂപ്പന്റെ കാര്യങ്ങൾ ഓക്കെ ആയിട്ട് പോകും. ഈ ലേഡിയുടെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ ഈ ഹോം നേഴ്സ് അമ്മേനെ എന്നെ വിളിച്ച് മെസ്സേജും വോയിസ് നോട്ട് അയച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മുടെ ഫോണിലുണ്ട്. എത്ര ഹോം നേഴ്സുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? അപ്പൂപ്പൻ പാവുക മാം, നമുക്ക് അപ്പൂപ്പനുമായിട്ട് നമ്മൾ വേറൊരു വീട്ടിലോട്ട് മാറ്റി നിർത്തിയാൽ നമ്മൾ അപ്പൂപ്പനെ നന്നായിട്ട് നോക്കാം, ഈ സ്ത്രീയുമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ സെപ്റ്റംബർ തൊട്ടാണ് നമ്മൾ അമ്മയായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികം കൂടിയത്. അമ്മൂമ്മ ഒരു ഭീകരി തന്നെയല്ലേ. ഈ വാഴ 2 സിനിമയിൽ അലൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു മുത്തശ്ശി കണ്ടിട്ടില്ലേ, ഉള്ള കുരുത്തക്കേടെല്ലാം ഒപ്പിച്ച് വെച്ച് അവൻ്റെ തലയിൽ വെച്ച് കൊടുത്ത് അപ്പൂപ്പനായിരുന്നു ചീത്തേക്കുന്നത്. അതേമാതിരി ഇത്തിരി കുറുമ്പ് കൂടുതലുള്ള മുത്തശ്ശിയാണെന്ന് തോന്നുന്നല്ലേ. ഇവർ ഈ ക്യാരക്ടർ ഇങ്ങനെ പറയുന്നത് കേട്ടതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയിപ്പം അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ വന്നിരുന്ന് പറഞ്ഞാലേ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. പിന്നെ പ്രായമായ ആൾക്കാർ അങ്ങനെ എങ്ങനെയൊക്കെയാണ്, എല്ലാവർക്കും അത് ഒത്തുപോകാനും പറ്റത്തില്ല. ഇപ്പം എല്ലാവർക്കും അവനവൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ എല്ലാം ശരിയായിട്ട് തോന്നും. അല്ലാതെ അമ്മൂമ്മയ്ക്ക് അങ്ങനത്തെ ഒരു സ്പെസിഫിക് ഒരു ഇൽനെസ്സും ഈ പറഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പൂപ്പൻ ഇത്രയും വയ്യാതെ കിടക്കുമ്പോൾ വിശ്വാസി എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്ന? ലൈക്ക് വി ആർ പേയിങ് ഫോർ ദ ഹോം നഴ്സ്, ലെറ്റ് ദാറ്റ് പേഴ്സൺ ഡു ദിയർ ജോബ്. എന്തിനാ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക? ഒരു നല്ല ഹോം നഴ്സിനെയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എല്ലാം തികഞ്ഞ ഒരാളെ നമുക്ക് ഹോം നഴ്സായിട്ട് നമ്മൾ കിട്ടുന്ന ആളുമായിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. സോ അമ്മ ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു. അപ്പം ഷീ വാസ് സോ പ്രോബ്ലമാറ്റിക്. ആൻഡ് അപ്പൂപ്പനെ ഹോം നഴ്സ് ബാത്റൂമിൽ കൊണ്ടുവന്നതുകൊണ്ട് അപ്പൂപ്പനെ ബെഡ്റൂമിൽ കിടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പൂപ്പനെ ഹോളിലാണ് കിടത്തിക്കൊണ്ടിരുന്നത്. ആൻഡ് ദാറ്റ് വാസ് ഹിസ് ഹൗസ്. അപ്പം കഷ്ടപ്പെട്ട് കാശ് ഉണ്ടാക്കിയ വീടാണ്. അപ്പം ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ നമ്മളും പുള്ളിക്കാരിയായിട്ട് അടി ഉണ്ടാവത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൂപ്പന്റെ ഹെൽത്തിന്റെ പേരും പറഞ്ഞാണ് നമ്മൾ അമ്മയും തമ്മിൽ തെറ്റുന്നത്. അല്ലാതെ നമുക്കും പുള്ളിക്കാരിക്കും അല്ലാതെ അടിയാവാൻ there is no common ground because she is not affecting anything in our life. Because we were concerned about my grandfather's health. We were always having fights with her. അങ്ങനെ ഇതുപോലെ ഒരു ദിവസം ഒരു ഹോം നഴ്സ് രാവിലെ, എന്താ പേര്, സഞ്ജുവോ, വൺ ഓഫ് ദ ഹോം നഴ്സ്, അഭിനവ്, അപ്പൂപ്പന് രാവിലെ ഈ ഹോം നഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു, മാഡം അപ്പൂപ്പന് ബോധമില്ലാതെ കിടക്കുന്നു, മൂക്കിന്ന് ബ്ലഡ് വരുന്നു, മറ്റേ അമ്മയും ഞാനുമായിട്ട് അടിയായിട്ട് അമ്മ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. രാവിലെ ഞാൻ ഉറക്കം എനിക്കുമ്പോൾ ആദ്യം കേൾക്കുന്നത് ഇതാണ്. സോ ആർ വി നോട്ട് സപ്പോസ് ടു ക്വസ്റ്റ്യൻ ഹർ? വി കോൾഡ് ഹർ ആൻഡ് ലൈക്ക് വാട്ട് ആർ യു ഡൂയിങ്? ആരാണെങ്കിലും ചോദിക്കും. വീട്ടിൽ അപ്പൂപ്പനെ നോക്കാൻ വേണ്ടി ഒരു ഹോം നേഴ്സിനെ കൊണ്ട് നിർത്തിയിട്ട് ഹോം നേഴ്സിനെ അപ്പൂപ്പൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാതിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ അപ്പൂപ്പന് വയ്യാതിരിക്കുമ്പോൾ ആരാണെങ്കിലും ചോദിക്കും, നിങ്ങൾ എന്ത് തേങ്ങ കാണിക്കണേ, നിങ്ങൾ എന്താ കാണിക്കുന്നത്? അവരെ കൊണ്ടുവന്ന് നിർത്തിയത് അപ്പൂപ്പനെ നോക്കാൻ വേണ്ടിയിട്ടില്ലേ? അവരവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കൂ. അത് പറയും. വൃത്തി കൂടുതലാണെന്ന് വിചാരിച്ചിട്ട് ഇപ്പം കണ്ട ഈ ഒരു ഐറ്റം പ്രകടിപ്പിക്കുന്ന ഒരു രീതി എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. ആര് വന്നാലും അവർക്ക് അവരായിട്ടൊന്നും സഹകരിച്ച് പോകാൻ വേണ്ടി പറ്റുന്നില്ല. ഇവർ ഒരു വീഡിയോയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു, ആ വീഡിയോ കോൾ തന്നെയാണ് തോന്നുന്നുണ്ട്, എവിടെ ഒന്ന് റാൻഡമായി സംസാരിക്കുന്നുണ്ട്, നല്ല ജോലിക്കാരെ കിട്ടുന്നില്ല എന്ന രീതിയിൽ. ജോലിക്കാർ നന്നാവാഞ്ഞിട്ടാണോ, ഇവരുദ്ദേശിക്കുന്ന ജോലിക്കാരെ ഇവർക്ക് കിട്ടാഞ്ഞിട്ടാണോ എന്നുള്ളത് ഞാൻ ആ സമയത്ത് സംശയിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അഹാന പറയുന്നതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആർക്കാണെങ്കിലും ദേഷ്യം പിടിച്ചു പോകും. ഇപ്പോൾ ഒരു പ്രായം, അവരുടെ 60 വയസ്സുണ്ട്, 70 വയസ്സുണ്ട് എന്ന് കരുതിയിട്ട് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന എല്ലാം കണ്ണടച്ച് നമുക്ക് അങ്ങോട്ട് അംഗീകരിച്ച് കൊടുക്കാനൊന്നും പറ്റത്തില്ല. അവർ കാണിക്കുന്ന എല്ലാ മോശം പ്രവർത്തികൾക്കും പ്രായം ഒരു ഇതാവാനും പാടില്ല. നിങ്ങൾക്ക് അവരോട് പ്രശ്നം ഉണ്ടെങ്കിൽ അത് സൈഡിൽ ഇരിക്കട്ടെ, ആ ചെറുക്കനോട് അകത്ത് വന്നൊന്ന് നോക്കാൻ പറ. കാരണം നമുക്ക് റെഡിയായി പോകാൻ ഒരു സമയം വേണ്ടേ. അപ്പം അന്ന് ഈ ഒരു ഇഷ്യൂ നടക്കുന്നതിന്റെ ഇടയിൽ ഷീ സെഡ് എ കപ്പിൾ ഓഫ് തിങ്സ്. വളരെ മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരുടെ വായി നിന്നു. അതിന് അപ്പനൊന്നും ഒരു ബന്ധമില്ല. ഈ നമ്മളെയൊക്കെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അമ്മൂമ്മയുടെ നല്ല ഒരു മനുഷ്യന്റെ വായിന്ന് പോലും വന്നുകൂടാത്ത തരത്തിലുള്ള, എനിക്ക് ഒരിക്കലും ഇതിന്റെ ഒക്കെ പ്രൂഫും കാര്യങ്ങളും നമ്മുടെ ഉണ്ട്. പക്ഷേ ഇത് എങ്ങനെ നമ്മൾ പുറത്ത് വിടുക? വി ടോക്കിംഗ് അബൌട്ട് ആർ ഓൺ ഫാമിലി മെമ്പേഴ്സ്. അതുകൊണ്ട് ഈ പ്രൂഫ് ഒക്കെ എന്റെ മാത്രമല്ല, എന്നെ അടുപ്പായിട്ട് പരിചയമുള്ള ആരെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ വേണമെങ്കിൽ എവരിബഡി നോസ് വാട്ട് ദിസ് ഗ്രാൻഡ് മദർ ഓഫ് മൈൻഡ് ടോൾഡ്. അൺഫോർഗിവബിൾ ആയിട്ടുള്ള ഒരു കാര്യം പുള്ളിക്കാരി പറഞ്ഞു. ഒന്നല്ല, 1-2 കാര്യങ്ങൾ പറഞ്ഞു. ലൈക്ക് ഇറ്റ് വാസ് എ വോയിസ് നോട്ട് പുള്ളിക്കാരി മെസ്സേജ് ആയിട്ട് അയച്ചത്. നമ്മൾ വീണ്ടും കേട്ടു. Did she really say that or are we imagining it? Like how can a human being talk like this? അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് we said ബാക്കി അവരുടെ കാര്യങ്ങളൊക്കെ ഹോം നഴ്സും കാര്യങ്ങളും എല്ലാം whatever we supposed to do, അവരുടെ എന്താണ് വൈഫൈ, ഇതൊക്കെ അമ്മയാണ് പേ ചെയ്യുന്നത്, അമ്മയാണ് ഇവിടുന്ന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. we all cut relation with her. കാരണം we were like ഇങ്ങനെ പറയുന്ന ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ആളുമായിട്ട് നമ്മൾ എങ്ങനെ ഒരു റിലേഷൻ കീപ്പ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞില്ല, എനിക്ക് പ്രൂഫ് ഒന്നും പുറത്തു വിടാൻ പറ്റില്ല. ഈ നിങ്ങളിൽ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വെൽ വിഷേഴ്സ് ആണെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് എന്നെ പേഴ്സണലായിട്ട് കാണുവാണെങ്കിൽ കമന്റ് ടെൽ മീ. ആരാണ് ആ വീഡിയോയിൽ പറഞ്ഞ ആ വോയിസ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു തരും പറഞ്ഞാൽ ഞാൻ കേൾപ്പിച്ചു തരാം. ബിക്കോസ് ഇറ്റ്സ് എ വെരി കേൾക്കുന്നത് ഞെട്ടിപ്പോവും. ഭയങ്കര എന്റർടൈനിങ് കാര്യങ്ങളാണ് പറഞ്ഞത്. അമ്മൂമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാം
അമ്മൂമ്മേനെ എന്തുകൊണ്ട് നമ്മൾ വിളിക്കുന്നില്ല? അല്ലാതെ അപ്പൂപ്പ മരിച്ച ഉടനെ അമ്മൂമ്മയിൽ നിന്ന് തിരിഞ്ഞു നോക്കി നടന്നു പോയ ആൾക്കാർ നോ. ആൻഡ് ഇതിൽ ഫൺ ഫാക്ട് ഈ അമ്മ എന്റെ അടുത്ത് പറഞ്ഞ ഈ ഒരു അമ്മ എന്നെ നമ്മളെ പറ്റി പറഞ്ഞ ഈ മോശപ്പെട്ട കാര്യം നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ഞാൻ ഇട്ടു. സെയിം ലിസൺ, നിങ്ങൾ വേണമെങ്കിൽ ബന്ധം വെച്ചോ, എനിക്ക് അമ്മയുമായിട്ട് ബന്ധം വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാനത് ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ എന്റെ ഈ കസിൻ തൻവി ഓൾസോ റിപ്ലൈഡ് സേയിങ് ഓ മൈ ഗോഡ് ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ടു സേ, എന്താ പറയുന്ന രീതിയിൽ. സോ ഈവൻ തൻവി നോസ് വൈ വി ആർ നോട്ട് ഇൻ ടച്ച് വിത്ത് ഹർ വെരി 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 ക്ലിയർലി. ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ തൻവീൻ്റെ കുറച്ച് മെസ്സേജസിനെ കുറിച്ചും ഓഡിയോ ക്ലിപ്സിനെ കുറിച്ചൊക്കെ അഹാന പറയുന്നുണ്ട്. അതായത് ഇവരെ വന്നിട്ട് നോക്കാമെന്നോ സംസാരിക്കാമെന്നോ ഈ പുള്ളിക്കാരിനെ സഹിക്കാനേ പറ്റില്ല എന്ന രീതിയിലൊക്കെ തൻവി അഹാനയോട് സംസാരിച്ചതും ഇപ്പോൾ ഇവർ ഈ പറഞ്ഞ ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് അവർ നടത്തിയ ചാറ്റും എല്ലാം തെളിവ് സഹിതം കയ്യിലുണ്ട്, ഓഡിയോസ് കയ്യിലുണ്ട്. അപ്പം തൻവി ഇങ്ങനെയൊക്കെ അവരെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ക്യാരക്ടർ വളരെ നന്നായിട്ട് അറിയാം, എന്തുകൊണ്ടാണ് പിണങ്ങിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം, നോക്കാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെ തൻവിക്ക് അറിയാം. എന്നിട്ടാണ് തൻവി പരിപാടി കാണിച്ചതെന്നുള്ളതാണ് അഹാന അവർക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം. ഇവിടെ ഈ ഒരു വീഡിയോയ്ക്ക് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് തൻവിക്ക് ഈ വിവരങ്ങളെല്ലാം അറിയാം. എന്തുകൊണ്ട് മുത്തശ്ശീൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, മുത്തശ്ശി പോയിട്ട് അവരോട് ഒരു സോറി പറയൂ, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് തൻവി എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ള ചോദ്യവും അഹാന പറയുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം പ്രായം ബഹുമാനിച്ചിട്ടാണ് എന്നെ നോക്കിയതല്ലേ എന്നൊക്കെ. ഈ തൻവിനോടാണ് മുത്തശ്ശിക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്നുണ്ട്. എന്നിട്ട് കാനഡയിൽ നിന്ന് വിളിച്ച് ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വീഡിയോ കോൾ വിളിക്കുന്നു, അമ്മയെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ച പോലെ കുറെ ഡയലോഗ്സ്, എന്താണ് എന്നെ വിളിക്കാൻ ആരുമില്ല, ഞാൻ ഈ വീട്ടിലൊറ്റയ്ക്കാണ്, അങ്ങനെ ഇങ്ങനെ അതെടുത്തിടാൻ തൻവി കാണിച്ചൊരു മനസ്സ് എനിക്കൊന്നും ഇല്ല പറയാൻ. വെൻ ഷീ വെരി വെൽ നോസ് വാട്ട് ദിസ് ലേഡി ഹാസ്. തനിക്ക് അത്ര കൺസേൺ അമ്മയുണ്ടെങ്കിൽ വൈ കുഡന്റ് ഷീ ടെൽ അമ്മ പറഞ്ഞത് തെറ്റ്, ചെയ്തത് തെറ്റ്, അവരോട് പോയി ഒന്ന് അപ്പോളജൈസ് ചെയ്യും. കാരണം പ്രായമായ ആളല്ലെന്ന് വെച്ചാൽ കുറെ കാര്യങ്ങൾ നമുക്ക് പോട്ടെ അങ്ങ് ഫൊഗീവ് ചെയ്ത് വിടാം, പക്ഷേ നോട്ട് എവറിത്തിങ്. യുവർ ഏജ് ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് ടു സേ എനിത്തിങ്. അപ്പം തനിക്ക് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പുള്ളിക്കാരി എടുത്ത് വന്ന് അപ്പോളജൈസ് ചെയ്യാൻ പറഞ്ഞുവിടായിരുന്നോ? അപ്പോളജൈസ് ചെയ്തൊന്ന് നല്ലപോലെ ഒന്ന് സോറി പറഞ്ഞെങ്കിൽ നമ്മൾ ആ പോട്ടെ എന്തെങ്കിലും ആവട്ടെ പറഞ്ഞിട്ട് വി കുഡ് ഹാവ് കെപ്റ്റ് എ ബേസിക് കോൺടാക്ട് വിത്ത്. അതിനെ പോയി ഒരു വീഡിയോ എടുത്ത് ഒരു ഇതൊക്കെ പറയിപ്പിച്ച് ആ വീഡിയോ എടുത്ത് ഒരു വ്ളോഗർ ഇങ്ങനെ പുറത്തിടുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ ബാക്ക് സ്റ്റോറി മൊത്തം അറിയാത്ത ആൾക്കാർ എന്താ വിചാരിക്കുക, നമ്മളെ കുറിച്ച് എന്താ ചിന്തിക്കുക? എന്താ ചിന്തിക്കുക, എന്താ വിചാരിക്കുക എന്നുള്ളത് 2-3 ദിവസത്തെ സോഷ്യൽ മീഡിയയിലെ കത്തലുണ്ടപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി കാണും. ഈ പറഞ്ഞതിൽ അവസാനം പറഞ്ഞതിൽ 100% പോയിന്റ് ഉണ്ട്, ഞാൻ യോജിക്കുന്നുണ്ട്. തൻവിക്ക് ഈ വിവരങ്ങളെല്ലാം അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ മുത്തശ്ശി എന്തുകൊണ്ട് അങ്ങനെ സംസാരിച്ചു, അവരോടൊരു സോറി പറയും. സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അവിടെ മുത്തശ്ശീനെ ടേക്ക് കെയർ ചെയ്യാനും മുത്തശ്ശീനെ നോക്കാനും വിളിക്കാനും കാണാനും എല്ലാം അവർ വരും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഒരു സോറി പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ശരിയായ രീതിയിലുള്ള ബന്ധം പുലർത്തിയേനെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ മുത്തശ്ശി ഒന്ന് ഇവരോട് സോറി പറയണോ? അത്രയും പ്രായമുള്ള മുത്തശ്ശി, തെറ്റ് അച്ഛൻ്റെ കയ്യിലാണെങ്കിലും അമ്മേൻ്റെ കയ്യിലാണെങ്കിലും മുത്തശ്ശീൻ്റെ കയ്യിലാണെങ്കിലും മക്കളുടെ കയ്യിലാണെങ്കിലും സോറി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണോ? ഒരു മടിയും കൂടാതെ അങ്ങ് പറഞ്ഞേക്കണം. ഞാൻ അങ്ങനെ കരുതുന്ന ഒരാളാണ്. ഇനി ഈ തൻവി പുള്ളിക്കാരിൻ്റെ 2ാമത്തെ പാർട്ട് വീഡിയോയ്ക്കകത്ത് ഈ വിഷയത്തിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് കേൾക്കാം. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പാർട്ട് 2 ഇന്ന് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ശരിക്കും പാർട്ട് 1 ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മൂമ്മയുടെ വിഷമങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാവരും നെഗറ്റീവായിട്ടാണ് കണ്ടത്. ബേസിക്കലി അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പന് ഞാൻ ആരെന്ത് ചെയ്താലും അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പൻ ഞാനാണ് ലോകത്തെ ഏറ്റവും ഇഷ്ടം എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവരെല്ലാ കാര്യങ്ങളും എനിക്ക് അന്ന് ചെയ്തു തന്നത്, അതേപോലെ തിരിച്ച് ഞാനും ചെയ്തു കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ ഫോൺ വിളിക്കാൻ ആരും ഇല്ല എന്നൊക്കെ പറയുന്നത് എന്നെ വിഷമിപ്പിച്ചിട്ട് നാട്ടിലേക്ക് വരുത്താനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല അമ്മൂമ്മയ്ക്ക് പ്രായമായതുകൊണ്ട് അമ്മൂമ്മക്ക് ചില ചിട്ടകളുണ്ട്, ഇങ്ങനെ രീതിയിലേ ചെയ്യാവോ അങ്ങനെ രീതിയിലേ ചെയ്യാവോ. അപ്പോൾ അമ്മൂമ്മക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ എല്ലാവരോടും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്കും പണ്ട് ഞാൻ ഇവിടെ ക്യാൻഡയിൽ പോണേ മുമ്പേ ഞാൻ അമ്മൂമ്മയെ ഇടയ്ക്കൊക്കെ വഴക്കാവുമായിരുന്നു. അമ്മൂമ്മക്ക് ഞാൻ ചെരുപ്പ് വീട്ടിലകത്ത് മാറ്റിയിടണം, അങ്ങനെയൊക്കെ അമ്മൂമ്മക്ക് കുറച്ചിങ്ങനെ വൃത്തിയുടെ വേറെ രീതികളൊക്കെ ഉണ്ട്. ചുരുക്കം പറഞ്ഞാൽ അമ്മമ്മ ഇച്ചിരി ബഗിരിയായിരുന്നു. ഇവിടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇവർ അഹാനേൻ്റെ ഫാമിലിക്കും കൂടെ നെഗറ്റീവ് വരണ്ട എന്ന് കരുതിയായിരിക്കണം. ആദ്യത്തെ വീഡിയോനെയും 2ാമത്തെ വീഡിയോനെയും കമൻറ്റ് ബോക്സൊക്കെ ഓഫ് തന്നെയാണ്. അതിലവർ പറയുന്നുണ്ട് എന്നെ ഉദ്ദേശിച്ചാണ് മുത്തശ്ശി ആന പറഞ്ഞത്. അത് നമുക്ക് ഊഹിക്കാം, കമൻറ്റ് കണ്ടിട്ട് പറഞ്ഞതാണ്. അവരുടെ ഫാമിലിക്ക് ഒരു നെഗറ്റീവ് ഇംപ്രഷൻ കിട്ടണ്ട എന്ന് കരുതി പറഞ്ഞാണ്. ഇനി അഹാന കൃഷ്ണ ചെയ്ത വീഡിയോയ്ക്ക് ബദലായിട്ട് ഇവരൊരു വീഡിയോ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഇവരുടെ ഫാമിലി സ്റ്റാറ്റസിന് നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന എല്ലാ വീഡിയോസും ഇതേമാതിരി റിയാക്ഷനായിട്ടും കമൻറ്റായിട്ടും അവർക്കെതിരെയുള്ള വിമർശനങ്ങൾ ആളുകൾ അറിയിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു കൂട്ടർ നിശബ്ദത പാലിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ